ശരിക്കും ഇവിടെ സിനിമയുടെ ചർച്ചകൾ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൊക്കേഷനും കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സിനിമയാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്? ആഭ്യന്തര കുറ്റവാളി, ആസിഫിന്റെ പടം. ആസിഫിന്റെ പടം ഒരു പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്ത്. പിന്നെ ഒരു തമിഴ് പടം, പേരെനിക്കറിയില്ല, നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു പടം കുറച്ച് ഇവിടെ ഷൂട്ട് ചെയ്തായിരുന്നു. വിജയ് സേതുപതി വന്നായിരുന്നോ? വിജയ് സേതുപതിയുടെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വിജയ് സേതുപതി വന്നു ചോദിക്കരുത്. ഓക്കെ, അത് വന്നില്ല. ഞാൻ ചോദിച്ചതാ. അപ്പൊ അങ്ങനെ ഒരു പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ സീരിയലുകൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാത്തപ്പോ നമ്മൾ എറണാകുളത്താണല്ലോ എപ്പോഴും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സേവ് ദ റേറ്റ് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും വരാം, സേവ് ദ റേറ്റ് ഷൂട്ട് ചെയ്യാം. ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടെ വർത്താനം പറയുക, വട്ടം കൂടിയിരുന്ന് സംസാരിക്കുക, മോളിവുഡിനെ കുറിച്ച് പറയുക, അങ്ങനെയൊക്കെ തന്നെ. സേവ് ദി ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാ സേവ് ദി ഡേറ്റ്? അതൊക്കെ ഞാൻ കാണിച്ചു തരുമ്പോ സേവ് ദ റേറ്റ് എങ്ങനെയാണ്. സേവ് ദ റേറ്റ് സാധാരണ പെണ്ണും ചെക്കനും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അവരിവിടെ വെച്ച് കണ്ടുമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഉണ്ടാക്കാലോ. അതല്ല ഇവിടെ എങ്ങനെയാണ്? സേവ് ദ റേറ്റ് എടുത്തിട്ടില്ലല്ലോ. ഇല്ല, സേവ് ദ റേറ്റ് ഒക്കെ കാണണം. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ചെയ്ത വീഡിയോ മാത്രമല്ല കാണണ്ടേ, ഒരുപാട് നല്ല ആൾക്കാർ സേവ് ദ റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്.